ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊക്കെ ഹെയർ ഡേ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ നരച്ച മുടിയൊന്നും മാറുന്നില്ല എന്നൊരു പരാതിയുണ്ടോ? എന്നാൽ ഈ ഒരു ഹെയർ ഡേ ഒരൊറ്റ തവണ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. എന്നാൽ ഒരുപാട് പേർക്ക് നീലയമരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജിയുടെ പ്രശ്നം വരുന്നുണ്ടല്ലേ. എന്നാൽ നീലയമരി യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറായി കിട്ടുള്ളൂ എന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ നീലയമരി യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഗ്ലൗസ് കയ്യിൽ ധരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അതിൻ്റെ ഒരു കറ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഈ ഒരു ഹെയർ ഡേക്ക് വേണ്ടി യൂസ് ചെയ്യും വേണം. ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ്. നമ്മുടെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് കുറച്ച് ഉണക്കനെല്ലിക്കയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കനെല്ലിക്ക ഒന്ന് വറുത്തെടുക്കാം. നെല്ലിക്കയിലേക്ക് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടി വളർച്ചയൊക്കെ കൂട്ടാനും മുടി നന്നായിട്ട് ബ്ലാക്ക് കളർ ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഉണക്കനെല്ലിക്കയിലും പച്ചനെല്ലിക്കയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഓൺലൈനായിട്ടും അങ്ങാടിക്കടയിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നെല്ലിക്ക മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആ ഒരു വെള്ളം ബാലൻസ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അത് നമുക്ക് തലനീരിറക്കം ജലദോഷം പോലുള്ള ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 3-4 ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുടി നല്ലപോലെ ഡ്രൈ ആയി പോകാണ്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കോഫി പൗഡർ ചേർക്കുമ്പോൾ നമുക്കത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെങ്കിലും ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ചെടുക്കുന്ന ആ ഒരു കോഫി പൗഡറും ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അല്പം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്നതിന് മുന്നേ നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു കറ പറ്റാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഗ്ലൗസ് എന്തെങ്കിലും ഇത് അരച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ ഇതുപോലെ തൊടുമല്ലോ, അരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ കഴുകിക്കളഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു കറ പോകത്തില്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ ഇരുമ്പ് ചട്ടിയിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് തന്നെ നമുക്കിത് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്നും മിക്സ് ആയിട്ടില്ല. അത് നമുക്കിനി ഇതൊന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു ടൈമിൽ ഈ പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ ആ ഹെന്ന പൗഡറൊക്കെ അതുമായിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഓവർനൈറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓവർനൈറ്റ് വയ്ക്കാം. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിലായിട്ട് വരും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3-4 മണിക്കൂർ ഇതൊന്ന് തണുക്കാനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. ഓവർനൈറ്റ് വയ്ക്കാൻ പറ്റാത്തവർ ഇത് ഡൈ ഉണ്ടാക്കി ഒരു 4-5 മണിക്കൂറെങ്കിലും വെച്ചിരുന്നതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് മുടിയിൽ ഓയിലില്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് വാഷ് ചെയ്ത് കളയാവൂ കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡൈ ആണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്. പിന്നെ അതിനുശേഷം നിങ്ങളിത് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഹെയർ ഡൈ ഒക്കെ നിങ്ങൾ മാറി മാറി യൂസ് ചെയ്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും. മാസത്തിൽ ഒരു തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു 2 തവണയോ 3 തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അത്ര ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടത്തില്ല. അതല്ല ഇതുപോലെ നാച്ചുറൽ ഡൈകളാണ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ മാത്രം ഇത് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്